ഖാലത്തുഹു, അതായത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മൈമൂന ബീബിയുടെ ഔത്ത് ലാപ്പാർത്ത്. മൈമൂന ഉമ്മ റളിയല്ലാഹു തആല അൻഹയാണ്. വഹിയ ഖാലത്തുഹു, ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് മൈമൂന ഉമ്മന്റെ മൂത്തവള ഇളയവള എന്താവും? ഉമ്മന്റെ മൂത്തവള ഇളയവള ആണ് ഖാലത്തുൽ ഉമ്മ. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫൽതജഅതു ഫി അർളിൽ വിസാലത്തി, ഒരു തലങ്ങാണിന്റെ അകലത്തിൽ തല വെച്ച് ഞാൻ കടന്ന ഒരു തലങ്ങാണി. ശരിക്കും നോക്കാം, ഈ തലങ്ങാണി, ഇത് തലങ്ങാണി വെച്ചു നോക്കാം, ഇത് തലങ്ങാണി വെച്ചു നോക്കാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഈ ഹദീസിൽ ഞാൻ തലയിൽ വെച്ചിട്ട് എന്താക്കി അകളകളിൽ ഇരിക്കല്ലേ, ഇരിക്കാണ്. ഞാൻ ഇവിടെ എന്താക്കി തല വെച്ച് ഇങ്ങനെ മുഖം ഖിബ്ലയിലേക്ക് ആക്കി. അലി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീളത്തിൽ നീളത്തിലെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തലന്റെ യുദ്ധത്തിന്റെ ഭാഗത്ത് അകലത്തിന് ഇങ്ങനെ. അപ്പോൾ മുത്തുനബി കവിളിൽ കൈവച്ചിട്ട് ഈ കോടിൽ കടന്നിട്ട് കാൽ രണ്ടും മുഖപ്പുറമുണ്ട്, തല ഈ ഭാഗത്ത് എന്തായാലും കിബിലേക്ക്, മുഖം കിബിലേക്ക് ആയിട്ട്. അപ്പോൾ ഈ കോടി നടുവത്തിങ്ങനെ കാളാണ് ഇങ്ങനെ എന്താക്കിയിട്ടുണ്ട്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലയ്ക്ക് കടന്നു. ഫനാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ മുത്തുനബി ഉറങ്ങി. ഹത്താ ഇദന്തസഫൽ ലൈലു, അർദ്ധരാത്രിയായപ്പോൾ, രാത്രിന്റെ പകുതിയായപ്പോൾ, പാദരാജാവായപ്പോൾ, അല്ലെങ്കിൽ ഔ ഖബ്ലഹു ബിഖലീലിൻ, പാദരാജാവ് ആകുമ്പോൾ തെല്ലു മുന്നോടും. റാവിക്ക് സംശയമാണ് ഈ റിവായത്താക്കിയത്. ഒന്നിക്കലോ പാദരാജാവാണ് കുറച്ച് മുന്നേ, അല്ലെങ്കിൽ ഔ ബഅദഹു ബിഖൽ, പാദരാജാവായിട്ട് കുറച്ച് നടുവ് പാദരാജാവായിട്ട് കുറച്ച് ആയത്. പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി ഉണർന്നു. എന്താക്കി ഉണർന്നു, ഒരിക്കലും പാദരാജാവ് തന്നെ നബി ഉണർന്നു. ഫജഅല യംസഹു النوم عن وجهه, ഈ മുഖത്തുള്ള വറക്കിനെല്ലാം എന്താക്കിയിട്ട് നിമാക്കില്ല, ഉറങ്ങിയിട്ട് ഞങ്ങൾ ഉറക്ക് വീണുകളാക്കില്ല. അങ്ങനെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വറക്കിനെ ദൂറാക്കി, വറക്കിനെ ദൂറാക്കി. ثم قرأ العشر الآيات الخواتيم من سورة آل عمران. ആലി ഇമ്രാനിന്റെ അവസാനത്തെ 10 ആയത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി. ഇതാണ് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. അല്ലാത്തമുള്ള 10ഓളം ആയത്ത് നബി അവിടെ നിന്നാക്കി ആയത്തോടി. അതാണ് ഒരു വിഭാഗം ആൾക്കാർ അവർ ഇരുന്നിട്ടും ഗച്ചിട്ടും കടന്നിട്ടും അങ്ങനെന്താക്കും ദിക്ർ ചൊല്ലുവാറ്. അവരെന്താക്കും അള്ളാഹുവിന്റെ സൃഷ്ടി ആകാശ ഭൂമി പടച്ച വിഷയത്തിൽ അവർ ചിന്തിക്കും. ഈ അർത്ഥം വരുന്ന റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ഇങ്ങനെ 10 ആയത്ത് മുത്തുനബി എന്താക്കി ഓതി. ഓടുന്നു എണിച്ചിട്ട് അതിച്ചോടൻ ഓതി. സുമ്മ ഖാമ ഇലാ ശന്നിൻ മുഅല്ലഖിൻ, തൂക്കിയിട്ട തോൾപാത്രം, തോൽ കൊണ്ട് ഉണ്ടാക്കുന്ന പാത്രം, അത് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. ഫതവല്ലഅ മിൻഹാ, അതിൽ വെള്ളം എടുത്തു, തണ്ണി എടുത്ത് ഉളു എടുത്തു. ഉളു ചെറിയ ഉളുന്നല്ല, ഫഅഹ്സനൽ ഉളുഅ, ഉളുവിനെ പൂർണ്ണമായ ആ സുന്നത്തെല്ലാം പൂർണ്ണമായിട്ട് മുത്തുനബി എന്താക്കി ഉളു എടുത്തു. സുമ്മ ഖാമ യുസല്ലി, പിന്നെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി. ഖാല അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഖുംതു ഇലാ ജംബിഹി, ഞാൻ റസൂലുള്ളാഹിയുടെ ഇടഭാഗത്ത് നിന്ന്, ഞാൻ മുത്തുനബിയുടെ ഇടഭാഗത്ത് ഉണ്ടായി. അങ്ങനെ ഫവളഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദഹു യുംന അലാ റഅസി, എൻ്റെ തലൻ്റെ മേലെ മുത്തുനബിൻ്റെ വലത്തെ കൈ ഉണ്ടാക്കി വെച്ചിട്ട്
സുമ്മ അഖദ ബി ഉസ്നി യുംന വലത്തെ എൻ്റെ ചെവി മുത്തുനിന്നാക്കി കൈ കൊണ്ട് പിടിച്ചു. എന്നിട്ട് എന്താക്കി ആ ഇടഭാഗത്ത് നിന്ന് വലഭാഗത്തേക്കാക്കി. ഇടഭാഗത്തിൻ്റെ മുത്തുണ്ടാക്കി എൻ്റെ കാല് പിടിച്ചു വലഭാഗത്തേക്കാക്കി. നിസ്കരിച്ചു. വലഭാഗത്താക്കി ജമാഅത്തായി നിസ്കരിക്കുന്നില്ല. അത് അബ്ദുല്ലാഹി അബ്ബാസിന് ചെറിയ കിതാബാണ്. ഈ നിസ്കാരത്തെ കുറിച്ച് നാം പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ട് അബ്ദുല്ലാഹി അബ്ബാസ് ഉണ്ടാക്കിനെ പല ഭാഗത്തേക്ക് ഇമാം ജമാഅത്ത് നിസ്കരിച്ചില്ല. അങ്ങനെ രണ്ടക്കാൽ നിസ്കരിച്ചു. സുമ്മറക്കാതെ പിന്നെ രണ്ടക്കാൽ നിസ്കരിച്ചു. സുമ്മറക്കാതെ പിന്നെ രണ്ടക്കാൽ നിസ്കരിച്ചു. സുമ്മറക്കാത്തതിന് പിന്നെ രണ്ടക്കാൽ നിസ്കരിച്ചു. സുമ്മറക്കാത്തതിന് പിന്നെ രണ്ടക്കാൽ നിസ്കരിച്ചു. സുമ്മറക്കാത്ത പിന്നെ രണ്ട് കാലമാണ് 6 പ്രാവശ്യം. എത്രക്കാത്ത ആറ് 12 റക്കാത്തായി. സുമ്മ ഉത്തര പിന്നെ ഒരു റക്കാത്ത് നിസ്കരിച്ചു. എത്രയായി? അപ്പോ അത് 11 റക്കാത്ത് വിത്റായിരിക്കും. ഒരു വ്യക്തി വിത്റായിരിക്കും. 6 പ്രാവശ്യം നിസ്കരിച്ചു. സുമ്മ ഉത്തര പിന്നെ ഒരു നിസ്കരിച്ചു. അങ്ങനെ 13 റക്കാത്തായിരുന്നു. 12. ഈ 13 റക്കാത്ത് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. ഒന്നിരിക്കും ഇശാന ശേഷമുള്ള 2 റക്കാത്ത്. ഇശാന ശേഷമുള്ള 2 റക്കാത്ത്. പിന്നെ വിത്തുസ്കാരം 13 റക്കാത്ത്. ചില ആൾ ഈ ഹദീസ് കുറിച്ച് 13 വിത്ത് ശരിയമുള്ള ഹദീസ് നോക്കി നമുക്ക് നമുക്ക് വലിയ 10 ലക്ഷത്തോളം ഹദീസ് മനപ്പാഠമാണ്. നമുക്ക് ഫിഖഹിന്റെ പണ്ഡിതന്മാർ വിത്തുറക്കാത്ത എത്ര മതി 6 നിസ്കരിക്കണമെങ്കിൽ 13 റക്കാത്ത്. അപ്പോൾ ഊട് നിസ്കരിച്ചു പുത്തിന് നിസ്കരിച്ചതോ പറഞ്ഞിട്ടുണ്ടെങ്കിലും 13 റക്കാത്ത് വിത്തും 2 റക്കാത്ത് ഇശാന് ശേഷമുള്ള നിസ്കാരമാണ്. എന്നിട്ടതാ പിന്നെ മുത്തുനബി കുറിച്ച് കടന്നു പറഞ്ഞു. പിന്നെ ബാങ്ക് കൊടുക്കുന്ന ആൾ വന്നിട്ട് ബാങ്ക് കൊടുത്തു. മുത്തുനബി എഴുന്നേറ്റു. ചെറിയ നിലക്കുള്ള 2 റക്അത്ത് സുബഹിന്റെ മുന്നുള്ള നിസ്കാരം. ഖഫീഫ് അല്ലെങ്കിൽ കുറെ ദീർഘമായിട്ട് അൽബക്കർ അതിനെ ഓതിട്ടല്ല, ചെറിയ നിലക്കുള്ള നിസ്കാരം. ഇപ്പം നമുക്ക് സുബഹി നിസ്കാരം ഏത് സൂറത്തുൽ സുബഹിന്റെ അത് ഓതിയാൽ ആ കണ്ടിന്യൂ ആയിട്ട് ഓതുന്ന ആൾക്ക് മൂലത്തിന് സീറ്റ് ഉണ്ടാവാൻ പറഞ്ഞു. അങ്ങനെ ഹഫീഫായ ചെറിയ 2 റക്അത്ത് നിസ്കരിച്ചു. സുമ്മ ഖറജ പിന്നെ മുത്ത് അത് നിസ്കരിച്ച പോലെയായിരിക്കും. മുത്തുനബി അനുസ്കരിച്ചത് പോലെയായിരിക്കും. സുമ്മ ഖറജ പിന്നെ മുത്തുനബി പുറത്തു പോയി. സുബ്ഹ പള്ളിക്ക് വിടുമാക്കി സുബഹി നിസ്കരിച്ചു. സുന്നത്ത് നിസ്കാരം പുറ നിസ്കരിക്കുന്നത് നല്ലതാണ്. അതിന് ഒരു വിഷയമാക്കുന്നത് ആണ് പുറയിൽ പോയി നിസ്കരിക്കുന്നത് ശരിയിട്ട് പുറയിൽ നിസ്കാരമില്ല പള്ളി നിസ്കാരം ഇല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിട്ട് അപ്പൊ ചില മുത്തുനബി ഉള്ളതാണ്. ചില സ്വഹാബാക്കളോട് പറഞ്ഞു എന്നു പറഞ്ഞു വിത്ത് നിസ്കാരം എപ്പോഴാണ് നിസ്കരിക്കുന്നത്? ലാസ്റ്റ് നിസ്കരിക്കേണ്ടത്. എല്ലാ തഹജ്ജുദായിട്ട് ലാസ്റ്റ് നിസ്കരിക്കുന്നത്. അപ്പൊ ചില സ്വഹാബാക്കളോട് പറഞ്ഞു തഹജ്ജുദ് നിസ്കരിച്ചപ്പോൾ ലാസ്റ്റ് വിത്തറാക്കുന്നു. ചില സ്വഹാബികളോട് പറഞ്ഞു അല്ല നീ ഇശാ നിസ്കരിക്കും, ഇശാന്റെ റവാത്ത് നിസ്കരിക്കും, അപ്പം നിസ്കരിക്കും. എന്തേ ആ സുഹാബി ഉറപ്പാണ് മുത്തനബി എണിക്കും ചെയ്തിട്ട് ആ സ്വാബി എണിക്കും ചെയ്തിട്ടുന്നു. അയാൾ എന്തും മിസ്സാവല വറക്ക് ഇതായി പോലെ അയാൾ താജ് എണിക്കൂല. അങ്ങനത്തെ ആൾ പറഞ്ഞു നീ താജ് നിസ്കരിച്ചിട്ട് വിത്ത് നിസ്കരിക്കണം. ചില സുഹാബിയോട് ചിലപ്പോൾ എണിച്ചില്ലെങ്കിലാ വിത്ത് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇപ്പനെ വിത്ത് നിസ്കരി പിന്നെ താജ് എണിച്ചപ്പോൾ താജ് നിസ്കരിക്കുന്നു. അതേപോലെ പുരയിൽ സുന്നസ്കാരം പുരയിൽ നിസ്കരിക്കുന്ന സുന്നത്തുണ്ട്. ഈ സുന്നത്തുള്ള ചെയ്തിട്ട് ഞാൻ ഇശാന്റെ ബാദിയ നിസ്കാരം നിസ്കരിക്കാതെ പുരയ്ക്ക് പോയിട്ടുള്ള ഗ്രൗണ്ടിൽ പോയിട്ട് പുറത്ത് നമ്മൾ പോയി അല്ല മറന്നു പോയിട്ട് അങ്ങനത്തൊക്കെയല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വട കിട്ടി അവിടെ നിസ്കരിച്ചോളൂ.